ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോ എല്ലാവരും എക്സാമിന് റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? എക്സാം ആയില്ലേ നമുക്ക് അല്ലേ? റെഡിയാണോ? യെസ് ഓർ നോ? യെസ് ആണോ? ഓക്കെ. എറിക്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നത് പറയാം അല്ലേ? നമ്മള് 3 ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് മുഴുവൻ ഉണ്ടാവും കേട്ടോ. അതിൽ നിന്ന് ഏകദേശം എല്ലായിടത്തും എക്സാമിന് വരും. നിങ്ങൾക്കറിയാലോ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ. അപ്പോ 3 ലെസൺ ആണ്. ഇതൊക്കെയാണ് മാളവിക? ഇതൊക്കെ നമ്മുടെ എക്സാമിന്റെ പേരെന്തൊക്കെയാണ്? നമ്മുടെ ലെസൺസ് ഏതൊക്കെയാ? 1 മലയാള നാട്, 2 ഓർമ്മയില്ലേ? ജുവലെല്ലാം പറയുന്നുണ്ട് അല്ലേ? ആ പറഞ്ഞോ ഹന്ന. കണ്ടൻ പൂച്ച എന്നാണോ? പൂച്ചക്കാര് മണികെട്ടും. 3 കുളിർമഴ അല്ലേ? മൂന്നാമത്തത് അല്ലെ ഷിഫാന? കുളിർമഴ. ഇന്നലെ ലീവായിരുന്നില്ലേ? ഇന്നലെ പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് എല്ലാ ക്ലാസ്സിനും ലീവായിരുന്നു കേട്ടോ ഷിഫാന. കുളിർമഴ. മൂന്നാമത്തത് കുളിർമഴ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ചോ? സൂപ്പറായി അല്ലേ? അപ്പൊ നമുക്ക് ഇനി എക്സാം ആണ് അല്ലെ? പെരുന്നാളൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് എക്സാം ആണ് അല്ലെ? അപ്പോ നമുക്ക് ഈ 3 ലെസൺസ് ഒന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നത് തന്നെയാണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ നമ്മള് അന്ന് ഏത് 3-ാമത്തെ പാഠത്തിന്റെ, അതായത് കുളിർമഴ എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളായിരുന്നു അല്ലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എവിടെ എത്തി നമ്മളന്ന്? മരത്തിലുണ്ട് വരത്തിലില്ല. അത് വായിച്ചില്ലേ? നമ്മൾ എഴുതിയില്ലേ? എന്താ ഉത്തരം? മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല. എന്താ ഉത്തരം? മഴ. മഴ അല്ലെ? അതെടുത്ത് എഴുതാൻ പറഞ്ഞ എഴുതിയോ എല്ലാവരും? മഴ എന്ന് എഴുതിയോ? എഴുതി. അത് കഴിഞ്ഞാല് കടങ്കഥ പകർത്തി എഴുതാനുണ്ട് കടങ്കഥ അല്ലെ? എന്ത്? താഴെ 2 ലൈനിൽ എന്ത് ചെയ്യണം? മരത്തിലുണ്ട് പകർത്തി എഴുതണം അല്ലെ? എല്ലാവരും എഴുതിയില്ലേ? അപ്പൊ നെക്സ്റ്റ് എന്താ? മാതൃക പോലെ മാറ്റി എഴുതാം എന്നുണ്ട് അല്ലെ? പേജ് നമ്പർ, all of you take your textbook. പേജ് നമ്പർ എത്രയാ? 17 അല്ലെ? 17 പേജ് നമ്പറില് 3-ാമത്തെ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളായ 6-ാമത്തത് മാതൃക പോലെ മാറ്റി എഴുതാം. എല്ലാവരും കണ്ടുവല്ലോ? ഓക്കെ. അപ്പോ വെയിൽ, വെയിലത്ത്. നെക്സ്റ്റ് എന്താ അതിലുള്ളത്? മഴ എന്നുള്ളതിന് എന്താ വരുക? മഴയത്ത്. അവിടെ എഴുതിയേ? പെൻസിൽ എടുത്ത് എല്ലാവരും എഴുതിയേ. മഴയത്ത് എഴുതിയേ. വെയിൽ വെയിലത്ത്, മഴ മഴയത്ത്. മാ എഴുതുക, ഴ എഴുതുക, എന്നിട്ടോ
യത്ത്. യാ എഴുതിയിട്ട് ഇത്ത എഴുതിയിട്ട് ചന്ദ്രക്കല എഴുതണം. എന്നൊക്കെ എഴുതിയോ? അല്ല അമ്മന്നെ എഴുതിയോ മോളെ? ഓക്കെ അനക എഴുതിയല്ലേ? എല്ലാ കുട്ടികളും എഴുതിയോ? അപ്പൊ മഴ മഴയത്ത് അല്ലെ, വെയിൽ വെയിലത്ത്. നെക്സ്റ്റ് എന്താ? കാറ്റ് അല്ലേ? കാറ്റത്ത് എഴുതിയേ. കാറ്റത്ത്. കാറ്റ് കാറ്റത്ത്. എഴുതി എല്ലാവരും? വെയിൽ വെയിലത്ത്, മഴ മഴയത്ത്, കാറ്റ് കാറ്റത്ത്, നിലാവ്. അടുത്ത എന്താ? നിലാവത്ത്. ഓക്കെ, നിലാവ് നിലാവത്ത്. ഫിനിഷ് ആയോ എല്ലാവർക്കും? എഴുതിയോ മോനെ? എറിക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അത് കഴിഞ്ഞു അല്ലേ നേരം? ഇനി നെക്സ്റ്റ് ഏതാ? 7 അല്ലേ? 7 എന്താ? പദസൂര്യൻ ഇനി പദസൂര്യൻ പൂർത്തിയാക്കുക. അത് അവിടെ മേലെ മേഘം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെന്താ വരുക? എന്തൊക്കെയാണ് മഴയിലുണ്ടാവുന്ന പ്രതിഭാസങ്ങളാണ് പറയുന്നത്. എന്തൊക്കെ? ഒന്ന് മേഘം ഉണ്ടാവും അല്ലെ? കാർമേഘങ്ങൾ വരും മഴ പെയ്യുമ്പോൾ. പിന്നെന്താ ഉണ്ടാവുക? ഇടി ഉണ്ടാവാറുണ്ടോ? ഓക്കെ, ഇടി എഴുതാം. ഒരു വശത്ത് വേണമെങ്കിൽ ഇടി എഴുതാം, പിന്നെ മിന്നൽ എഴുതാം, പിന്നെ കാറ്റ് എഴുതാം. ഓക്കെ, എഴുതി എല്ലാവരും? മേഘം അവിടെ ഉണ്ട്. ഇനി ഇടിയിൽ എഴുതും ഒരു വശത്ത്. അപ്പൊ അത് സൂര്യന്റെ നേരെ ഇങ്ങനെ ആരോ മാർക്ക്. മിന്നൽ മിന്നൽ. ഇടി മിന്നൽ തോന്നുന്നു. എന്നിട്ട് കാറ്റ്. എഴുതിയോ? എഴുതിയോ ഫർഹ? എസ്സാമരിയ കഴിഞ്ഞോ? അപ്പൊ ഇടി മിന്നൽ കാറ്റ് 3 വശത്ത് എഴുതിയില്ലേ? ഒന്ന് ഇടി, രണ്ടാമത്തെ ഇപ്പുറത്ത് നെക്സ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം? മിന്നൽ, താഴെ കാറ്റ്. എഴുതിയോ? കഴിഞ്ഞു അല്ലേ? മാളവിക കഴിഞ്ഞോ? അജിത്ത് എഴുതിയോ മോനെ? ഹന്ന, കുര്യൻ ജോസഫ് കഴിഞ്ഞോ? മുഹമ്മദ് ഇനി ഫിനിഷ് ആവാത്തവരാരാ? ഹിബ കഴിഞ്ഞോ? ഹിബ. അലൻ തോമസ് ഫിനിഷായി. ഫാത്തിമ മെഹറിൻ കഴിഞ്ഞോ മോളെ? ഫാത്തിമ എഴുതി കഴിഞ്ഞോ? ജുവലിന് കഴിഞ്ഞു. മുഹമ്മദ് ടി, അനക സുരേഷ്, ഹന്ന കഴിഞ്ഞു. ടെസാമരിയ, ശ്രീഹരി, ഇഫ്ര ഫാത്തിമക്ക് കഴിഞ്ഞു. മാളവികക്ക് കഴിഞ്ഞു. ഫർഹ കഴിഞ്ഞു. എറിക്ക് എഴുതി കഴിഞ്ഞില്ലേ മോനെ? ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞോ? മിൻഹാജ്, അനീറ്റ ഫിലിപ്പോ കഴിഞ്ഞു. അനകക്ക് കഴിഞ്ഞു. സയാൻ, അനിഹ മോഹൻ കാണുന്നില്ലല്ലോ മോളെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? 8ാമത്തത് വർണ്ണന പൂർത്തിയാക്കുക അല്ലെ? താഴെ കൊടുത്ത പദങ്ങൾ ചേർത്ത് വർണ്ണന പൂർത്തിയാക്കുക.
എന്താ താഴെ കൊടുത്തിട്ടുള്ളത്? വില്ലിന്റെ പെട്ടെന്നാണ് ഭംഗി മഴവില്ല് 7. അത്രയും കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ നമ്മൾ ആദ്യം എഴുതേണ്ടത്? ഹായ് എന്തൊരു, ഫസ്റ്റ് വൺ എവിടെ എന്താ വരുക? ഭംഗി അല്ലേ? ഹായ് എന്തൊരു ഭംഗി. ഭംഗി എന്ന് എഴുതിയേ എല്ലാവരും. മേലെ ഉണ്ട്, അത് നോക്കി താഴെ എഴുത്. ഭംഗി തെറ്റരുതേ. മുകളിൽ തന്നിരിക്കുന്നത് താഴെ എടുത്ത്. ഭംഗി. ഹായ് എന്തൊരു ഭംഗി. അനിക എഴുതുന്നില്ലേ മോളെ? റയാൻ എഴുതുന്നു, മിൻഹാജ് എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പൊ ഹായ് എന്തൊരു ഭംഗി, അകലെ ആകാശത്ത് മനോഹരമായ ഒരു ഡേഷ്. എന്താ? അല്ല, അത് എഴുതുന്നതിന് മുമ്പേ മഴവില്ല് പുലർച്ച, വില്ലിന്റെ ആകൃതിയൊക്കെ. മഴവില്ല് അതന്നെ. എഴുതിയോ? എന്തെഴുതണ്ട്? അകലെ ആകാശത്ത് മനോഹരമായ ഒരു മഴവില്ല് അല്ലേ? എന്താണ്? പുലച്ച വില്ലിന്റെ അല്ലേ? വില്ലിന്റെ ആകൃതി. എന്തിന്റെ ആകൃതിയാ മഴവില്ലിന്? പുലച്ച വില്ലിന്റെ ആകൃതി അല്ലേ? എഴുതിയോ? അപ്പൊ ഹായ് എന്തൊരു ഭംഗി, അകലെ ആകാശത്ത് മനോഹരമായ ഒരു മഴവില്ല്. എഴുതിയോ? രണ്ടാമത്തെ ഡേഷിൽ എന്ത് ചെയ്യണം? മഴവില്ല് എഴുതണം. മൂന്നാമത്തെ എന്ത് ചെയ്യണം? കുലച്ച എന്ന് എഴുതി കഴിഞ്ഞിട്ടുള്ള ഡേഷിൽ എന്ത് എഴുതണം? വില്ലിന്റെ. മുകളിൽ നോക്കി തെറ്റാതെ എഴുതണേ. വില്ലിന്റെ ആകൃതി. എസക്കുട്ടി എഴുതുന്നില്ലേ മോളെ? എഴുതിയോ? ഫിനിഷ് ആക്കി, ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്ക്. കുലച്ച വില്ലിന്റെ ആകൃതി. എന്നിട്ടോ ഡേഷ് നിറങ്ങൾ. എത്ര നിറങ്ങളാ? 7 നിറങ്ങൾ. 5 + 2 7 നിറങ്ങൾ. നെക്സ്റ്റ് ഡേഷ് എഴുതാൻ എന്താ വേണ്ടേ? എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത്. അമന്നേരെ കുഞ്ഞുവാവ പഠിക്കുന്നുണ്ടോ? കുഞ്ഞുവാവ നല്ല മോളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ ഇരുന്നു കേട്ടോ. ഹായ്. ഓക്കെ. അപ്പൊ എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത്. ഇനി എന്നാണ് ഒരു മഴവില്ലു കാണുക അല്ലെ? കംപ്ലീറ്റ് ആയല്ലോ അതെല്ലാവർക്കും. അപ്പൊ എന്താ വരുക? പദങ്ങൾ ചേർത്ത് പഠനം പൂർത്തിയാക്കുക. ഹായ് എന്തൊരു ഭംഗി, അകലെ ആകാശത്ത് മനോഹരമായ ഒരു മഴവില്ല്, പുലച്ച വില്ലിന്റെ ആകൃതി, 7 നിറങ്ങൾ, എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത്, ഇനി എന്നാണ് ഒരു മഴവില്ല് കാണുക. കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും അത്? മിസ്സിനെ കൈ കാണിച്ച എല്ലാവരും. ആരും എഴുതാതിരിക്കരുതേ. ടെക്സ്റ്റ് കംപ്ലീറ്റ് എഴുതി വെക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ ആ പാഠം കംപ്ലീറ്റ് ആയി അല്ലേ? മിസ് ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ചോദിക്കുന്നതിൽ മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ.
ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? എന്താ നിറയുന്നത് അനക? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. നന്മകൾ. ഓക്കെ, ഗുഡ്. നന്മകളാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ നന്മകളാണ് നിറയുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര്? രസാമരിയ. ചിന്തനലി. ഓക്കെ, അപ്പൊ കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര്? ചിന്തനലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലികൾ പാഞ്ഞൊളിച്ചത് എവിടെ? ശ്രീഹരി, പ്ലീസ് അൺമ്യൂട്ട്. മാളത്തിൽ. നെക്സ്റ്റ്. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത് എന്ത്? ഹന്ന. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത് എന്ത്? എന്താ ഹന്ന? മഴത്തുള്ളികൾ. അതിന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ പാഠത്തില് കുളിർമണി മുത്തുകൾ അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? കുളിർമണി മുത്തുകളാണ് മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത് അല്ലേ? നെക്സ്റ്റ്. മണ്ണിനെ പുൽകുന്നത് എന്ത്? ഫർഹ ഫാത്തിമ. മഴയും തേന്മഴയും. മണ്ണിനെ പുൽകുന്നത്. മഴയും തേന്മഴയും. പൂമഴയും തേന്മഴയും. നെക്സ്റ്റ്. മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല. നെക്സ്റ്റ്. ഹിബ ഫാത്തിമ. ഹിബ, പ്ലീസ് അൺമ്യൂട്ട്. മരത്തിലുണ്ട് വരത്തിലില്ല. ഏത്? ആഴത്തിലുണ്ട് ആനയിലില്ല. എന്താണ് ആ കടങ്കഥ? പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. എന്താണ്? പറ. മഴ അല്ലേ? നെക്സ്റ്റ്. കേട്ടു. ഉതിരുക എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അലൻ തോമസ്. ഉതിരുക എന്ന പദത്തിന്റെ അർത്ഥം. എന്താ? പുൽകുക. ഉതിരുക. പുൽകുകയല്ല, ഉതിരുക. അറിയോ? നെക്സ്റ്റ്. ഇഫ്ര. പൊഴിയുക. ഓക്കെ, പൊഴിയുക അല്ലേ? പൊഴിയുക. നെക്സ്റ്റ്. തുളുമ്പുക. എന്താ മന്ന?
നിറഞ്ഞു കവിയുക. നിറഞ്ഞു കവിയുക അല്ലെ. നെക്സ്റ്റ് പൂമഴത്തുള്ളികൾ മുത്തമിടുന്നത് എവിടെയെല്ലാം? ജുവൽ. ഓക്കേ, തളിരിലും പൂവിലുമാണ് അല്ലെ പൂമഴത്തുള്ളികൾ മുത്തമിടുന്നത്. നെക്സ്റ്റ് തൂമഴത്തുള്ളികൾ താഴെ വീണത് എന്തിന്? നാഫി. തൂമഴത്തുള്ളികൾ താഴെ പൊള്ളുന്ന വേനലിന്റെ ചൂടകറ്റാൻ. പൊള്ളുന്ന വേനൽ ചൂടകറ്റാനാണ് തൂമഴത്തുള്ളികള് താഴെ വീണ്. മലയാള നാട്ടിൽ ചേരുന്നത് എന്ത്? മുഹമ്മദ് ടി. മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? മോനെ അൺമ്യൂട്ട് ചെയ്യും മോനെ. അൺമ്യൂട്ട് ചെയ്തേ. ഇതൊക്കെയാണ് കാടും മലയും തോടും പുഴയുമാണ് അല്ലേ. മലയാള നാടിന്റെ ഉത്സവം ഏത്? ഏതാ അജിത്തെ? തിരുവോണം അല്ലേ. നെക്സ്റ്റ് അനക. തിങ്ങുക എന്താ അർത്ഥം? തിങ്ങുക. നിറയുക. നെക്സ്റ്റ് അനിഹ. നന്മ. അനിഹ മോഹൻ. അനിഹ നെക്സ്റ്റ് ഷിഫാന. നന്മ അർത്ഥം. നല്ലത്. കേരം. കേരം. കേരം എന്ന പദത്തിന്റെ അർത്ഥം. തിങ്ങുക. കേരം എന്ന പദത്തിന്റെ അർത്ഥം. കേരം. കേരളം എന്ന് പേര് വന്ന എന്തിനാ നമ്മുടെ നാട്ടിന്? കേരങ്ങള് തിങ്ങി നിറഞ്ഞത് കൊണ്ടാണ് കേരം എന്ന പേര് വന്നത് അല്ലേ. കേരം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മിൻഹാജേ കേരം എന്ന് പറഞ്ഞ അർത്ഥം? അനീറ്റ എന്താ മോളെ? തെങ്ങ്. തെങ്ങുകൾ സമൃദ്ധമായി ഉള്ള നാടായതുകൊണ്ട് നമ്മുടെ നാട്ടിന് എന്ത് വന്ന പേര്? കേരളം. കേരങ്ങൾ നിറഞ്ഞ നാട് അല്ലേ. കേരങ്ങൾ തിങ്ങി നിറഞ്ഞ നാടാണ് നമ്മുടെ നാട്. കേരളം എന്നുള്ള നാടാണ് പഠിച്ചിട്ടില്ല നമ്മള്. എവിടെയാണ്? LKG പഠിക്കുന്നത് അല്ലേ. കേരം തിങ്ങും നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, കേവഞ്ചികളുടെ നാടാണ്. പഠിച്ചിട്ടുണ്ടല്ലോ. മോനെ കേരം അർത്ഥം തെങ്ങ് എന്നാണ്. തെങ്ങ്.
നെക്സ്റ്റ് കുര്യൻ ജോസഫ്, ആശ്വസിക്കുക. എന്താ അർത്ഥം? ആശ്വസിക്കുക. സമാധാനിക്കുക. ഓക്കേ, സമാധാനിക്കുക. മുഹമ്മദ് ഷക്സാദ്, കിടുങ്ങുക. എന്താ അർത്ഥം? കിടുങ്ങുക. ഷക്സാദ്, പേടിച്ചു വിറക്കുക. ഓക്കെ, പേടിച്ചു വിറക്കുകയാണ് കിടുങ്ങുക. ചിതറുക. മാളവിക, ചിതറുക. ഓക്കെ, കൂട്ടം പിരിയുക അല്ലെങ്കിൽ പലയിടത്തായി പഠിക്കുക അല്ലേ? സയാൻ, പോംവഴി. എന്താ സയാനെ അർത്ഥം? പോംവഴി, പോംവഴി. മാർഗം. മാർഗം. ഉപായം അല്ലെങ്കിൽ മാർഗം അല്ലേ? ഏകദേശം എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടല്ലേ? മണി കെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? എന്തിനാ അനിഹ? പൂച്ചയ്ക്ക് മണി കെട്ടാൻ തീരുമാനിച്ചത് എന്തിനാ? നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. മിന്നൂസ് പറഞ്ഞോ, മിന്നു ഹാജി പറഞ്ഞോ. പൂച്ചയുടെ വരവ് മുൻകൂട്ടി അറിയാൻ. ഓക്കെ, പൂച്ചയുടെ വരവ് മുൻകൂട്ടി അറിയാനാണ് പൂച്ചക്ക് മണി കെട്ടാൻ തീരുമാനിച്ചത് അല്ലേ? നെക്സ്റ്റ്, മല പ്ലസ് നാട് എങ്ങനെ ചേർത്തെഴുതാ? മലൻ, അലൻ, അലൻ തോമസ്. മല പ്ലസ് നാട് പറഞ്ഞോ. മലനാട്. ഓക്കെ, മലനാട്. അപ്പൊ എല്ലാ മക്കളും നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാരും പഠിക്കണേ. നെക്സ്റ്റ്, ഹന്ന, വിളിച്ചു പ്ലസ് ചേർത്തു എങ്ങനെയാ എഴുതുക? ചേർത്ത് എഴുതുക. വിളിച്ചു പ്ലസ് കൂട്ടിയായാലും മതി. വിളിച്ചു കൂട്ടി അല്ലേ? അപ്പൊ എല്ലാരും നല്ലപോലെ പഠിക്കണം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ മക്കളും നല്ലപോലെ പഠിച്ചിട്ട് എക്സാം എഴുതണേ. ഓക്കെ ഓക്കെ, പഠിക്കണം. ദേഹന്നാ ഒന്നുമില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായി. എല്ലാരും പഠിച്ചോളൂലേ അല്ലേ? യെസ് ഓർ നോ? ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണേ. വായിച്ചിട്ട് അതുപോലെ ക്വസ്റ്റ്യനും വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ഓക്കെ, അപ്പൊ എല്ലാരും പഠിക്കണം. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നല്ലപോലെ വായിച്ചിട്ട് ആൻസർ ചെയ്യണം, എല്ലാ സബ്ജക്ട്സും. ഓക്കെ, ഈസ് ഓവർ. ബൈ. Thank you, miss. വെൽക്കം. Thanks. Thank you, miss. Bye. 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 See you. Thank you. Mind it?